എത്ര ദിവസമായിട്ട് 30 ദിവസമായി നിരാഹാരത്തിലാണ്. 68 ദിവസമായി ഇവർ സമരത്തിലാണ്. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറല്ല. ഈ സർക്കാർ മുഖ്യമന്ത്രിയും ഈ സമരത്തോട് പരിപൂർണമായ അസഹിഷ്ണുതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്യുന്നവരെ അപമാനിക്കുക, ആക്ഷേപിക്കുക, സമരത്തോട് തികഞ്ഞ പുച്ഛ മനോഭാവത്തെ സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടി സ്വീകരിക്കാതിരിക്കുക, ഇതെല്ലാമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ബഹുജന പ്രക്ഷോഭമായി ഇത് വളർന്നു വരുന്നു എന്നതിൽ സർക്കാർ അസഹിഷ്ണുത കാണിച്ചിട്ട് അർത്ഥമില്ല. ആശാ വർക്കർമാർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ എല്ലാവർക്കും അറിയാം. അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അവർക്ക് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനുള്ള മനോഭാവമാണ് സർക്കാർ കാണിക്കേണ്ടത്. അത് കാണിക്കാത്തത് ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഇവിടെ സമരം ചെയ്യുന്നവരുടെ നിശ്ചയദാർഢ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരെന്നോട് സൂചിപ്പിച്ചത്. അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട്. ജനങ്ങളുടെ മനസ്സ് അവരോടൊപ്പമുണ്ട്. ജനാഭിലാഷത്തെ മാനിക്കാത്ത സർക്കാരിനെതിരായ ശക്തമായ വികാരം ജനങ്ങളിലുണ്ട്. ഇതുപോലെയാണ് അപ്പുറത്ത് വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ. അവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നില്ല? UDF ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും അന്ന് നിയമിച്ചത് ഞാൻ ഓർക്കുകയാണ്. വല്ലാത്ത ക്രൂരതയാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്. അവിടെ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇന്നലെ അവർ റീത്ത് വെച്ച് കിടക്കുന്ന കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി, പ്രയാസം തോന്നി. ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാതെ ഗവൺമെന്റ് അവരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സർക്കാരിന് സമരങ്ങളോട് പുച്ഛമാണ്. സമരം ചെയ്യുന്നവരോട് അവർക്ക് അസഹിഷ്ണുതയാണ്. അതാണ് ഈ സമരങ്ങളെല്ലാം നടക്കുന്നത്. മുതലപ്പുഴയിലെ സമരമാണെങ്കിലും ആശാ വർക്കർമാരുടെ സമരമാണെങ്കിലും വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെ സമരമാണെങ്കിലും എല്ലാം പരിഹരിക്കാൻ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ സർക്കാർ സമരം ചെയ്യുന്നവരെ അപമാനിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ല. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ഈ ആശാ വർക്കർമാരോടും വനിതാ കോൺസ്റ്റബിൾമാരോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥരെ നിഷ്പക്ഷത പാലിക്കാതെ ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് പാർട്ടിയെ പ്രോത്സാഹന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റുകൾ ഉൾപ്പെടെ അങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് കോൺഗ്രസിനകത്ത്. അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കുന്നില്ല. എനിക്ക് പ്രതികരണമില്ല. അതിൽ അവരവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ല, അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വിമർശനത്തിനോ പ്രതികരണത്തിനോ ഞാൻ തയ്യാറാകുന്നു.